വിദ്യാർത്ഥികൾക്കും ലേണിംഗ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC പരീക്ഷയിൽ 2025 ഹിസ്റ്ററി വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് വിശകലനം ചെയ്യുന്നത്. പോകാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര പഠന രീതികൾ ഏതെങ്കിലും 3 വിശദീകരിക്കുക. ഇതിൻ്റെ ഉത്തരം സോഷ്യൽ സർവേ, അഭിമുഖം, അതോടൊപ്പം തന്നെ നിരീക്ഷണം. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? നമുക്കറിയാം 3 മാർക്കിന് 3 പോയിൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് അഴിമതി തടയുക. 2, ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കുക. 3, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ സംഘടനകളുമാണ്. ഈ ഭാഗത്തിൽ നിന്ന് നിരവധി തവണ ചോദ്യങ്ങൾ ചോദിച്ചതായി നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം ഏത് എന്നുള്ളതാണ്. സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം. അടുത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഈ 4 ഉത്തരങ്ങൾ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ തീർച്ചയായും നല്ലതുപോലെ പഠിച്ച ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. മറ്റൊരു 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു, സ്വതന്ത്ര ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ. ഇതും 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമതായി നമുക്ക് 1969 ഇന്ത്യ ബഹിരാകാശ സംഘടനയായ ISRO രൂപീകരിച്ചു എന്ന പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1975 ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചു. അടുത്ത പോയിന്റ്, മിസൈൽ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ കൈവരിച്ച പുരോഗതി. പ്രത്യു, അഗ്നി തുടങ്ങിയ മിസൈലുകൾ ഡെവലപ്പ് ചെയ്തു. മറ്റൊന്ന്, ഇന്ത്യയുടെ മറ്റ് പ്രധാനപ്പെട്ട പര്യവേഷണങ്ങളാണ് ചാന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയവ. ഇതും വിജയകരമായി നടത്തി എന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ബ്രിട്ടീഷുകാർക്കെതിരായി ഉപ്പ് പ്രധാന ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഇതിൻ്റെ ഉത്തരം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ 5-ൽ 2 ഭാഗവും ഉപ്പിന്മേൽ നിന്നുള്ള നികുതിയായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. 3, ഉപ്പുവില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത്. പാർട്ട് എയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. പാർട്ട് ബിയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ദിവസം വരുന്നതാണ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, share your friends and support our channel. Thank you.